ചേരുകയാണ്. VS രഞ്ജിത്തുണ്ട് JNU ക്യാമ്പസിൽ നിന്ന്. സീതാറാം യെച്ചൂരിയുടെ രാഷ്ട്രീയ പാഠശാലയായിരുന്നു JNU ക്യാമ്പസ്. യെച്ചൂരിക്ക് എങ്ങനെയാണ് അവിടെയുള്ളവർ യാത്രാമൊഴി എഴുതുന്നത്? VS രഞ്ജിത്ത്. വിനിത, സീതാറാം യെച്ചൂരിയുടെ വിപ്ലവ ജീവിതത്തിന്റെ തുടക്കം JNU-വിലായിരുന്നു. JNU ക്യാമ്പസിൽ ഉപരിപഠനത്തിനെത്തിയപ്പോഴാണ് അദ്ദേഹം CPM-ഉമായിട്ടും SFI-യുമായിട്ടുമൊക്കെ അടുക്കുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹം തുടക്കം കുറിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ വിപ്ലവാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ചരിത്രത്തിൽ തന്നെ ഇടം നേടിയിട്ടുള്ളതാണ്. ഇന്ദിരാഗാന്ധിയെ പോലും ഉറപ്പിച്ച യെച്ചൂരിയുടെ സമരങ്ങളെക്കുറിച്ചൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സീതാറാം യെച്ചൂരിയുടെ സമരകാലഘട്ടം, പോരാട്ട കാലഘട്ടം, അദ്ദേഹത്തിന്റെ ഈ പാർട്ടി പ്രവർത്തനത്തിന്റെ തുടക്കമെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ CPM SFI-യുടെ പ്രവർത്തകർ ആവേശോജ്വലമായിട്ടുള്ള ഒരു അന്ത്യയാത്രയാണ് സീതാറാം യെച്ചൂരിക്ക് നൽകുന്നത്. പ്രകാശ് കാരാട്ട് അല്പം മുമ്പ് ഇവിടെ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ജോൺ ബ്രിട്ടാസ് MP ഇവിടെ ഉണ്ട്. അതുപോലെ A റഹീം ഉണ്ട്. മറ്റ് CPM-ലെ നേതാക്കന്മാർ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഈ ക്യാമ്പസിൽ ഇപ്പോൾ SFI-യുടെ യൂണിറ്റ് ഭാരവാഹികൾ ചേർന്ന് പുഷ്പചക്രം സമർപ്പിക്കുന്നു. അതുപോലെ ഇവിടുത്തെ മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, വിദ്യാർത്ഥി നേതാക്കന്മാർ, ഇവിടുത്തെ വിദ്യാർത്ഥികളെല്ലാം ചേർന്ന് വളരെ ആവേശോജ്വലമായ വിപ്ലവ സ്മരണകൾ ഉണർത്തുന്ന മുദ്രാവാക്യങ്ങളുമായി ലാൽ സലാമും റെഡ് സല്യൂട്ടും നൽകിക്കൊണ്ടുള്ള ഒരു ഏറ്റവും ആവേശകരമായിട്ടുള്ള, ഏറ്റവും വിപ്ലവാത്മകമായിട്ടുള്ള വിപ്ലവ സ്മരണകൾ ഉണർത്തുന്ന ഒരു അന്ത്യയാത്ര അവരുടെ സഖാവ് യെച്ചൂരിക്ക് നൽകുന്നു. ആ മുദ്രാവാക്യത്തിലും അവരുടെ വികാരവായ്പുമെല്ലാം അതിൽ പ്രകടമാണ്. ഈ ക്യാമ്പസിനകത്തേക്ക് ഒരല്പം മുമ്പാണ് ഈ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തിയത്. വൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ ക്യാമ്പസിനകത്തേക്ക് എത്തിയിട്ടുണ്ട്. പ്രകാശ് കാരാട്ടുണ്ട്, സീതാറാം യെച്ചൂരിയുടെ ബന്ധുക്കളുണ്ട്. ഈ എയിംസ് ആശുപത്രിയിൽ നിന്ന് ഇപ്പോഴാണ് ഇങ്ങോട്ട് ഭൗതിക ശരീരം കൊണ്ടുവന്നത്. ഇവിടെ നിന്ന് നേരിട്ട് വസന്തകുഞ്ചിലുള്ള സീതാറാം യെച്ചൂരിയുടെ ഫ്ളാറ്റിലേക്കായിരിക്കും കൊണ്ടുപോവുക. ഏതായാലും മറ്റ് നാളെയാണ് AKG സെന്ററിൽ ഉൾപ്പെടെ, AKG ഭവനിൽ ഉൾപ്പെടെയുള്ള പൊതുദർശനമുള്ളത്. അതിനു മുൻപ് സീതാറാം യെച്ചൂരിയായി മാറിയ ഇടമാണ് ഈ പറയുന്ന JNU ക്യാമ്പസ്. ആ JNU ക്യാമ്പസിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരമുള്ളത്. സ്വാഭാവികമായിട്ടും സീതാറാം യെച്ചൂരിയുടെ ഓർമ്മകൾ തുടിക്കുന്ന അന്തരീക്ഷത്തിൽ തന്നെയാണ്, അദ്ദേഹത്തിന്റെ വിപ്ലവ സ്മരണകൾ ഉണർത്തുന്ന അന്തരീക്ഷത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്ത്യയാത്ര നൽകുന്നത്. മുഴുവൻ നേതാക്കന്മാരും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നായകന്മാരും എല്ലാവരും ഈ ക്യാമ്പസിനകത്ത്, യൂണിയൻ ഓഫീസിനകത്ത് ഒത്തുകൂടിയിരിക്കുന്നു, മുദ്രാവാക്യം നടക്കുന്നു. അല്പനേരം കൂടി ഇവിടെ തുടരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഇവിടെ നിന്ന് ആംബുലൻസ് വസന്തകുഞ്ചിലേക്ക് പുറപ്പെടും. ഇവിടെ നിന്ന് 6 കിലോമീറ്റർ വസന്തകുഞ്ചിലേക്കുണ്ട്. അവിടെയായിരിക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെ CPM-ന്റെ നേതാക്കന്മാരും മന്ത്രിമാരും MP-മാരും ഉൾപ്പെടെയുള്ള സംഘം അവിടെയാണ് ഉണ്ടാവുക. EP ജയരാജനും അതുപോലെ PK ശ്രീമതി തുടങ്ങിയ നേതാക്കന്മാർ ഇതിനകം തന്നെ വസന്തകുഞ്ചിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ വിമാനം അല്പസമയത്തിനകം എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വസന്തകുഞ്ചിലേക്കായിരിക്കും കേരള ഹൗസിൽ നിന്ന് മുഖ്യമന്ത്രി എത്തുക. ഇപ്പോൾ പൊതുദർശനം നടക്കുകയാണ്. JNU ക്യാമ്പസിനകത്ത് സീതാറാം യെച്ചൂരിയുടെ ഓർമ്മകൾ ഇരമ്പുന്ന, സീതാറാം യെച്ചൂരിയുടെ വിപ്ലവ സ്മരണകൾ ഉണർത്തുന്ന JNU ക്യാമ്പസിനകത്ത് അദ്ദേഹത്തിന്റെ സഖാക്കൾ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഓർമ്മകൾ പേർന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യരായിട്ടുള്ള, അദ്ദേഹത്തോട് അനുഭാവമുള്ള, ആദരവുള്ള ഒരു പറ്റം വിദ്യാർത്ഥി സമൂഹം ഇവിടെ അദ്ദേഹത്തിന് ആദരവർപ്പിക്കാൻ എത്തിയിരിക്കുന്നു. ഒപ്പം CPM-ന്റെ പ്രമുഖരായിട്ടുള്ള പ്രകാശ് കാരാട്ട് ഉൾപ്പെടെ, ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ, A റഹീം ഉൾപ്പെടെ, വൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരെല്ലാം ഈ അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.